റുക്കിയ എന്ന ഉമ്മയ്ക്ക് വേണ്ടി ഈ നാട് ഒരുമിച്ച് നിന്ന് തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടുമുറ്റത്തു നിന്നും കാണാതായതാണ് ഈ ഉമ്മയെ. അതുപോലെ തന്നെ പുതിയൊരു വിവരം ലഭിച്ചിട്ടുള്ളത് കക്കാട് ചെനക്കൽ പള്ളിയുടെ ഭാഗത്ത് ഈ കാണാതായ ദിവസം ഈ ഉമ്മയെ കണ്ടതായി ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പനമ്പുഴ റോഡിൽ താമസിക്കുന്ന 72 വയസ്സുള്ള റുക്കിയ എന്ന ഉമ്മയെ വീട്ടിൽ നിന്നും കാണാതായിട്ട് ഇന്നേക്ക് 4 ദിവസമായി. തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി പോലീസ്, തിരൂരങ്ങാടി ട്രോമ കെയർ പ്രവർത്തകർ, ആക്സിഡന്റ് റെസ്ക്യൂ 24/7 പ്രവർത്തകർ, KET എമർജൻസി റെസ്ക്യൂ പ്രവർത്തകർ, നാട്ടുകാരും ചേർന്ന് 4 ദിവസമായി വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരപ്പനങ്ങാടി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ട്രോമ കെയർ പരപ്പനങ്ങാടി യൂണിറ്റ് ബോട്ടുമായി എത്തി കടലുണ്ടി പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രദേശത്തെ 100ഓളം CCTV ക്യാമറ പരിശോധിച്ചു എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് തിരൂരങ്ങാടി പോലീസിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡ് എത്തി തിരച്ചിൽ നടത്തി. എങ്കിലും ശ്രമം വിജയിച്ചില്ല. പ്രദേശത്ത് 2 ദിവസമായി ശക്തമായ മഴയായിരുന്നു. ഇനിയുള്ള സംശയം ഏതെങ്കിലും വാഹനത്തിൽ കയറി എവിടെയെങ്കിലും ഇറങ്ങി വഴിയറിയാതെ പോയിട്ടുണ്ടോ എന്ന് മാത്രം. ശരിയായ രീതിയിൽ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മയെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അറിയിക്കുക. കഴിഞ്ഞ 4 ദിവസമായി തിരൂരങ്ങാടിയിൽ നിന്നും കാണാതായ 73 വയസ്സുള്ള റുക്കിയ എന്ന ഉമ്മയ്ക്ക് വേണ്ടി ഈ നാട് ഒരുമിച്ച് നിന്ന് തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വീട്ടുമുറ്റത്തു നിന്നും കാണാതായതാണ് ഈ ഉമ്മയെ. നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തിരയാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഈ 4 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇവരുടെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഈ പനമ്പുഴ പാലത്തിൻ്റെ സൈഡിലുള്ള ഈ കാടുകളിൽ സാധ്യതയുണ്ട് എന്ന് മക്കൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് KET എമർജൻസി ടീമിൻ്റെ വളണ്ടിയേഴ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു വിവരം ലഭിച്ചിട്ടുള്ളത് കക്കാട് ചെനക്കൽ പള്ളിയുടെ ഭാഗത്ത് ഈ കാണാതായ ദിവസം ഈ ഉമ്മയെ കണ്ടതായി ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങോട്ട് നമ്മുടെ ഫോഴ്സ് പുറപ്പെടാൻ നിൽക്കുകയാണ്. തിരുവനങ്ങാടി പോലീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ റെസ്ക്യൂ വളണ്ടിയേഴ്സ് എല്ലാവിധ സജ്ജീകരണങ്ങളും. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.